നമസ്കാരം. നിങ്ങൾ ആരെങ്കിലും ഹാച്ചിക്കോ എന്ന് കേട്ടിട്ടുണ്ടോ? നായകളുടെ ലോയൽറ്റിയുടെ പ്രതീകമാണ് ഹാച്ചിക്കോ. ജപ്പാനിലെ ഇംപീരിയൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ഐസിബ്രോയുടെ പെഡ്ഡോഗായിരുന്നു ഹാച്ചിക്കോ. എല്ലാ ദിവസവും തന്റെ യജമാനൻ ജോലിക്ക് പോകുമ്പോൾ ഹാച്ചിയും അദ്ദേഹത്തിന്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്തും അദ്ദേഹത്തെ കാത്ത് ഹാച്ചി അവിടെ ഉണ്ടാകും. ഇത് കാലങ്ങളോളം തുടർന്നു. അങ്ങനെ 1924 രാവിലെ ജോലിക്ക് പോയ ഐസിബ്രോ മടങ്ങി വന്നില്ല. ഹെമറേജ് വന്ന് അദ്ദേഹം ജോലി സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. പിന്നീട് ഹാച്ചി അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പൂന്തോട്ടക്കാരന്റെ സംരക്ഷണയിലായിരുന്നു. പക്ഷേ 1935 ഹാച്ചി മരിക്കുന്ന 10 വർഷത്തെ കാലയളവിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകളോളം ആ സ്റ്റേഷനിൽ ഹാച്ചി കാത്തിരിക്കുമായിരുന്നു. ഇത് വലിയ വാർത്തയായി. ഹാച്ചി ജപ്പാനിലെ നായകളുടെ ലോയൽറ്റിയുടെ പ്രതീകമായി മാറി. ഹാച്ചിയുടെ ജീവിതകഥ നിരവധി സിനിമകളായി വന്നിട്ടുണ്ട്.